അർജുൻ ആയങ്കിക്കെതിരെ പുതിയ കേസ്. ഒളിവിലിരുന്ന പോലീസിനെ വെല്ലുവിളിച്ചു ഭീഷണിപ്പെടുത്തിയതിനാണ് കേസ്. ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയതിലാണ് നടപടി. നേരത്തെ കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അത് വെല്ലുവിളിച്ചവരെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടോളൂ എന്നാണ്. അതായത് ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും പോലീസ് വളരെ ഗൗരവമായി തന്നെയാണ് ഈ സംഭവം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും ഒരു FIR കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻപ് കോതമംഗലം CIയെ ഒളിവിലിരുന്ന് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. തൊട്ട് പിന്നാലെ കോതമംഗലത്ത് തന്നെയുള്ള ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അർജുൻ ആയങ്കിയെ പിടിക്കാൻ ഊന്നുകൽ CI ശ്രമം നടത്തിയതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇയാൾ താൻ കീഴടങ്ങുന്നില്ല, പറ്റുമെങ്കിൽ തന്നെ പിടിച്ചു കാണിക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു നടത്തിയത്. മാത്രമല്ല CIയെ വളരെ മോശപ്പെട്ട ഭാഷയിൽ ഇയാൾ സംസാരിക്കുകയും ചെയ്തു CIയോട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നതും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിരിക്കുന്നതും. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.